മലയാള സാഹിത്യത്തിൻ്റെ കുലപതി MT വാസുദേവൻ നായരുടെ ജന്മവാർഷിക ദിനമാണ് ഇന്ന്. MT ഇല്ലാത്ത ആദ്യ പിറന്നാൾ ദിവസം കൂടിയാണ് ഇന്ന്. കർക്കിടകത്തിലെ ഉത്രട്ടാതിയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം. മറ്റൊരു സവിശേഷത കൂടി ഈ ദിവസത്തിനുണ്ട്. മലയാളിയുടെ ലോക സാഹിത്യകാരൻ MTയുടെ ജീവചരിത്രം ഇന്ന് പുറത്തിറങ്ങുന്നു. കോഴിക്കോട് നിന്ന് ദീപക് തർമ്മൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. മലയാളത്തിൻ്റെ മഹാപുണ്യം MTക്കിന്ന് പിറന്നാൾ. കർക്കിടകത്തിലെ ഉത്രട്ടാതി, അതാണ് MTയുടെ പിറന്നാൾ. എന്നാൽ ഈ 92ാം പിറന്നാളിൽ MT നമുക്കൊപ്പമില്ല. വിശ്വസാഹിത്യത്തിലേക്ക് മലയാളത്തെ എഴുതി ഉയർത്തിയ MT ജീവിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ. നാലുകെട്ടിലെ അപ്പുണ്ണിയായി, ഇരുട്ടിൻ്റെ ആത്മാവിലെ അമ്മുക്കുട്ടിയും മുറപ്പെണ്ണിലെ അച്യുതൻ നായരും വാരാണസിയിലെ ഗംഗാദേവിയുമൊക്കെയായി വായനക്കാരൻ്റെ മനസ്സിൽ ജീവിക്കുകയാണ് ഓരോ കഥാപാത്രങ്ങളിലൂടെ. എന്നാൽ MT ഇല്ലാത്ത ഈ ആദ്യ പിറന്നാൾ ദിനത്തിൽ കഥാപാത്രങ്ങൾക്കപ്പുറത്തെ MTയുടെ ജീവചരിതം പുറത്തിറങ്ങുകയാണ്. MTയോട് ഏറെ അടുപ്പമുള്ള പത്രപ്രവർത്തകനും തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ ശ്രീകുമാറാണ് മഹാനായ കഥാകാരൻ്റെ ജീവിതകഥ എഴുതിയിരിക്കുന്നത്. MTയുടെ കൂടെ നാളുകളോളം ചിലവഴിച്ച് ചോദിച്ചറിഞ്ഞാണ് ജീവചരിത്രം എഴുതിയത്. ഈ വലിയ ഗ്രന്ഥത്തിൻ്റെ എഴുത്തു പൂർത്തിയാക്കിയ ഡോക്ടർ ശ്രീകുമാർ 24നോട് പറയുന്നത് ഇങ്ങനെ: ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച്, സന്ദർഭങ്ങളെക്കുറിച്ച്, പ്രതിസന്ധികളെക്കുറിച്ച്, വിജയങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം വാതോരാതെ സംസാരിച്ചു. ശരിക്കും പറഞ്ഞാൽ മിതഭാഷി എന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന MT അമിതഭാഷയായിട്ട് തന്നെ എൻ്റെ അടുത്ത് ഉണ്ടായി എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. MTയുടെ കുട്ടിക്കാലം മുതൽ ഓരോ കഥാപാത്രങ്ങളുടെയും കഥാമുഹൂർത്തങ്ങളുടെയും ഉള്ളറകൾ വരെ ഈ ജീവചരിത്രത്തിൽ ഏടുകളായി മാറിയിട്ടുണ്ട്. എന്നാൽ അതിനുമപ്പുറം MTയുടെ ആരോരും അറിയാതെ പോയ ജീവിത മുഹൂർത്തങ്ങളിലൂടെ ഈ പുസ്തകം നീങ്ങുന്നു എന്നതാണ് സവിശേഷത. MTയുടെ ആദ്യ ജീവിതസഖി പ്രമീള ടീച്ചറും രണ്ടാം ജീവിതസഖി സരസ്വതി ടീച്ചറുമെല്ലാം പുസ്തകത്തിലെ താളുകളിലൂടെ വായനക്കാർക്ക് മുൻപിൽ എത്തുകയാണ്. മൂത്തമകൾ അമേരിക്കയിലെ സിത്താരയുടെയും ഇളയമകൾ അശ്വതിയുടെയും അഭിമുഖങ്ങളും കുടുംബ ബന്ധത്തെക്കുറിച്ച് MT പറഞ്ഞതുമെല്ലാം ഈ ജീവചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, ചലച്ചിത്രകാരൻ എന്ന നിലയിൽ, സാഹിത്യ പത്രാധിപർ എന്ന നിലയിൽ, മറ്റ് സാഹിത്യ മേഖലയിൽ വ്യാപരിച്ച ആളെന്ന നിലയിൽ, സാഹിത്യ അക്കാദമിയുടെയും തുഞ്ചൻ സ്മാരക ട്രസ്റ്റിൻ്റെയും ഭരണാധികാരി എന്ന നിലയിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ മുഖങ്ങൾ. MT എന്നും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച തിരൂർ തുഞ്ചൻ പറമ്പിലാണ് MT ഇല്ലാത്ത ആദ്യ പിറന്നാൾ ദിനത്തിൽ ജീവചരിത്രം പ്രകാശനം ചെയ്യുന്നത്. MTയുടെ കഥകളെ നെഞ്ചിലേറ്റിയ വായനക്കാർക്ക് ഇനി MTയുടെ ജീവിതവും നെഞ്ചിലേറ്റാൻ 1008 താളുകളിലായി ഈ പുസ്തകം എത്തുകയാണ്. ഇന്നത്തെ വായനക്കാർക്ക് മാത്രമല്ല, MT കഥാപാത്രങ്ങളെ വായിച്ചറിയാൻ പോകുന്ന വരും തലമുറയ്ക്കും ഒരു ജീവിതരേഖയായി. മലയാളത്തിൻ്റെ മഹാപുണ്യം അങ്ങനെ മരിക്കാതെ അക്ഷരങ്ങളിലൂടെ ജീവിക്കുകയാണ്. ദീപക് ധർമ്മടം, 24 കോഴിക്കോട്. ദീപക് തർമ്മടം തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. MT ഇല്ലാത്ത ഒരു കൊല്ലം കടന്നു പോയിരിക്കുന്നു. നമുക്ക് എന്തെല്ലാം കഥാപാത്രങ്ങൾ, എന്തെല്ലാം കഥകൾ നമ്മോട് പറഞ്ഞു തന്ന ആളാണ് കടന്നു പോയതെന്ന് ഒരിക്കൽ കൂടി നമ്മൾ ഓർമ്മിക്കുന്നു. മാത്രമല്ല, ലോക സാഹിത്യത്തിലേക്ക് തുറന്ന ജാലകമായിരുന്നു MT വാസുദേവൻ നായർ. ഈ ജന്മദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം ഡോക്ടർ K. ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തോട് ഇഴയടുപ്പമുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹം വളരെ കാലം MTയുമായിട്ട് നല്ല സൗഹൃദവും ഒക്കെ ഉള്ള, സർഗസാധനയിൽ മാത്രമല്ല വ്യക്തിപരമായും അടുപ്പമുള്ള ആളാണ് ഡോക്ടർ ശ്രീകുമാർ. അപ്പോൾ അദ്ദേഹം എഴുതി തയ്യാറാക്കിയതായതുകൊണ്ട് അതിൽ തീർച്ചയായിട്ടും വളരെ ചോരകിനിയുന്ന ആത്മാർത്ഥത നമ്മൾ പറയില്ലേ, അതുണ്ടാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.